നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. അപ്പൊ ജാവയിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഈ സെലക്ഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോഴാണ്. അതായത് ഏത് പാർട്ട് ഓഫ് കോഡാണ് അവിടെ എക്സിക്യൂട്ട് ആവേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ATM പോയിട്ട് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് വിചാരിക്കാം. ആ സമയത്ത് ആദ്യം തന്നെ നമ്മൾ ആ എമൗണ്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു ബാലൻസ് ചെക്ക് നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ട് ബാലൻസിനെക്കാളും ലെസർ ആണെങ്കിൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഒരു മെസ്സേജ് കാണിക്കും, ഇൻസഫിഷ്യന്റ് എമൗണ്ട് എന്നുള്ള ഒരു മെസ്സേജ്, ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് എന്താന്ന് വെച്ചാൽ ഒരു മെസ്സേജ് നമ്മളെ കാണിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ ആണ് നടന്നത്. ബാലൻസും നമ്മൾ എൻ്റർ ചെയ്ത എമൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അവിടെ ഒരു ഡിസിഷനിലേക്ക് ആ സിസ്റ്റം എത്തിയത്. ഒന്നെങ്കിൽ ആ ട്രാൻസാക്ഷൻ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ മെസ്സേജ് കാണിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി എത്ര ടൈപ്പ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് 5 ടൈപ്പ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫ്, പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ ആദ്യത്തെ 4 എന്ന് പറഞ്ഞാൽ ഇഫ് വെച്ചിട്ട് തന്നെയുള്ള ഒരു കളിയാണ് അല്ലെ. ആ 4 വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇഫ് ആദ്യം ഇഫ് മാത്രം, പിന്നെ ഇഫും എൽസും കൂടി വന്നു, പിന്നെ നെസ്റ്റഡ് ഇഫ് കണ്ടോ, പിന്നെ അതിന്റെ ഒരു ലാഡർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ആ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് മാത്രം എന്താണ് ഒരു ഡിഫറൻസ്, ഇതുമായിട്ട് എന്താണ് സ്വിച്ചിനുള്ള ഡിഫറൻസ് എന്നുള്ളതുമാണ് നമ്മൾ ഈ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇഫ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ആ ട്രൂ ആണെന്ന സമയത്ത് എന്ത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ആദ്യം ഇഫ് എന്നുള്ളൊരു കീവേഡ് നമ്മൾ എഴുതി കൊടുക്കും. ദെൻ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കണ്ടീഷൻ എന്തുവാകാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ എന്താ, വിഡ്രോവൽ എമൗണ്ടും ബാലൻസും തമ്മിലുള്ള കമ്പാരിസൺ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇന്ന സാധനം, ലെസ് ദാൻ ആണെങ്കിൽ ഇന്ന സാധനം. ഓക്കെ, ആ ഒരു കമ്പാരിസൺ ആകാം. എന്താണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്നു. ദെൻ ഒരു കേളി ബ്രേസസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ. ആ കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് നമ്മൾക്ക് ഏത് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് ഏത് കോഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഒരു സിനാരിയോ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന എക്സാമ്പിള് ചെക്കിംഗ് ഇഫ് എ നമ്പർ ഇസ് പോസിറ്റീവ് എന്നുള്ളതാണ്. ഒരു നമ്പർ പോസിറ്റീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് എനിക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആ നമ്പർ പോസിറ്റീവ് ആവാനുള്ള കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഞാനിവിടെ 0യും കൂടി പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു രീതിയിലാണ് ഈക്വൽ ടു ഇട്ടത്. നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ ഈക്വൽ ടു കട്ട് ചെയ്യാം. ആകെ ഇവിടെ ഒരു സിമ്പിൾ ലോജിക്ക് വരുന്നുള്ളൂ. ഗ്രേറ്റർ ദാൻ 0 ആണ് ആ നമ്പർ എങ്കിൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ്. ആ കണ്ടീഷൻ ഞാൻ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ഇനി ആ കേളി ബ്രേസസിന്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് മാത്രം എനിക്ക് യൂസറിനെ കാണിക്കാനുള്ളൂ. അത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ലൈക്ക് വേറൊരു കാൽക്കുലേഷൻ പ്രൊസീഡ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് യൂസറിനെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിസ് ഔട്ടിനകത്ത് ഞാൻ ആ നമ്പർ പോസിറ്റീവ് ആണെന്നുള്ള മെസ്സേജ് യൂസറിന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ആ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അത് ഇതിനകത്ത് എഴുതി കൊടുക്കാം. ഈ ബ്രാക്കറ്റിനുള്ളിലാണ് അത് എഴുതി കൊടുക്കാം. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ മീനിങ് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതല്ല. ഓക്കെ, എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാം. തൽക്കാലം ഇപ്പൊ ഞാനൊരു മെസ്സേജ് മാത്രമേ യൂസറിന് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് എൽസ്. ഇഫ് എൽസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇഫ് അത് അതുപോലെ തന്നെ വരും. കണ്ടോ, ആദ്യം ഇഫ് എന്നുള്ള ഒരു കീവേഡ് വരുന്നുണ്ട്. കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ നമ്മൾ എഴുതി കൊടുക്കും. ഇനി കേളി ബ്രേസസിന്റെ ഉള്ളിൽ എന്താണോ എനിക്ക് എക്സിക്യൂട്ട് ആവേണ്ടതെന്നുള്ള കോഡ് കൊടുക്കുന്നു. അതിന്റെ താഴെ വാല് പോലെ ഒരു എൽസ് എന്നുള്ള ഒരു കീവേഡും കൂടി വരും. എൽസിൽ നിങ്ങൾ നോക്കിയ കണ്ടീഷൻ ഒന്നുമില്ല. അതായത് ഈ മേലത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, അതായത് അത് ഫോൾസ് ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ താഴെ എഴുതി കൊടുക്കുക, എൽസിൽ എഴുതി കൊടുക്കും. ഓക്കെ, എൽസ് എഴുതി കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും,
നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻ, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സിറ്റുവേഷനിൽ ഒന്നും സംഭവിക്കില്ല. ട്രൂ ആണെങ്കിൽ മാത്രമേ എന്റെ കോഡ് എക്സിക്യൂട്ട് ആയ പോലെ ഫീൽ ചെയ്യുള്ളൂ. ഫോൾസ് ആയ സമയത്ത് ഈ കോഡ് അനങ്ങാത്ത പോലെ ഫീൽ ചെയ്യുള്ളൂ, കാര്യം ഞാൻ ഒന്നും ഔട്ട്പുട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ എൽസ് പാർട്ടും കൂടി ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. എൽസ് പാർട്ട് വേണം എന്നാണെങ്കിൽ നമ്മൾ എൽസ് പാർട്ടും കൂടി കൊടുക്കും. അപ്പൊ ഇഫ് എൽസ് എന്ന് പറഞ്ഞാൽ ഇതിനാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം ഇഫ് കൊടുക്കും, അതിലൊരു കണ്ടീഷൻ ഉണ്ട്, ദെൻ അതിന്റെ പാർട്ട് ഒരു എൽസും കൂടി എഴുതും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ സീറോയും കൂടി ഞാൻ പറഞ്ഞില്ലേ ആ മേളിലത്തെ കണ്ടീഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഈക്വൽ ടു ഇട്ടിരിക്കുന്നത്. അതേ സംഭവം തന്നെയാണ്. ആ കൊടുത്തിരിക്കുന്ന നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഞാൻ അതിനകത്ത് സിസ് ഔട്ട് പോസിറ്റീവ് നമ്പർ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ, ഓക്കെ, അതാണ് ഞാൻ ഈ എൽസ് പാർട്ടിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് നെഗറ്റീവ് ആകാനേ വഴിയുള്ളൂ അല്ലെ. അത് ഈക്വൽ ടു 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പിന്നെ അത് നെഗറ്റീവ് ആണല്ലോ നമ്പർ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, അതിനെ നെഗറ്റീവ് നമ്പർ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇടാൻ വേണ്ടി എൽസ് കൊടുക്കുകയാണ്. അതിനാണ് ഞാനിവിടെ എൽസ് പാർട്ട് യൂസ് ചെയ്തത്. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നെസ്റ്റഡ് ഇഫ് ആണ്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വരുന്നതാണ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെക്കാവുന്നേ ഉള്ളൂ. ഇഫ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വരെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇഫിൽ ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു കണ്ടീഷൻ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അടുത്ത ഇഫും കൊടുക്കുന്നു. ഇതിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കണ്ടീഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സിനാരിയോ നിങ്ങൾ നോക്കിയോ. ഇവിടെ ടെമ്പറേച്ചർ അബൌവ് 30 ഡിഗ്രി ആണെങ്കിൽ, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഹോട്ട് എന്ന് പ്രിന്റ് ചെയ്യാം. 40 ആണെങ്കിലോ, 40 ആണെങ്കിൽ ഇറ്റ്സ് വെരി ഹോട്ട് എന്ന് പ്രിന്റ് ചെയ്യണം. രണ്ട് കണ്ടീഷൻ എനിക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യത്തെ ഇഫില് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 30 ആണോ എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ട് ഇത് പ്രിന്റ് ചെയ്യാണ്. ആ ഇഫിന്റെ ഉള്ളിൽ തന്നെ കണ്ടോ, അതിന്റെ ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ആ ഇഫിന്റെ ഉള്ളിൽ തന്നെ ഞാൻ അടുത്ത ഇഫ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഇഫിനകത്ത് ഞാൻ വീണ്ടും ഒരു കണ്ടീഷൻ കൊടുത്തു. ഇഫിന് കണ്ടീഷൻ ഉണ്ടാവും, എൽസിന് കണ്ടീഷൻ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ വീണ്ടും ഞാൻ അടുത്ത കണ്ടീഷൻ പറഞ്ഞാൽ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 40 എന്ന് കൊടുത്തു. എന്നിട്ട് അടുത്ത മെസ്സേജ് കൊടുത്തു, എന്താണോ ഇറ്റ്സ് വെരി ഹോട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഞാൻ അതിന്റെ ഉള്ളിൽ കൊടുത്തു കേട്ടോ. അപ്പൊ ഇതൊരു ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന പോലെയാണ്, അല്ലാതെ അത് ക്ലോസ് ചെയ്തിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് വേറൊരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ, അതായത് ഈ കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് അടുത്ത ഇഫ് വരുന്നത്. അതിനൊരു കേളി ബ്രേസസ് ഉണ്ട്, രണ്ടും ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജ് നമ്മൾ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻ. ഇനി ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ ഈ ഇഫിന്റെ അകത്ത് എഴുതും. അടുത്തൊരു ഇഫും കൂടി നമ്മൾ ഇതിനകത്ത് എഴുതും. ഓക്കെ, എന്നിട്ട് അടുത്ത മെസ്സേജ് നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻസോ എന്തെങ്കിലും കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ അതും അതിനകത്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ 3 ഇഫ് ആവും. എന്നിട്ട് ഈ 3 ഇഫിന്റെയും കേളി ബ്രേസസ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ട് ആ ഒരു ഡെപ്തിലേക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നത്, ആ ഒരു സ്റ്റൈലിൽ എഴുതുന്ന, ആ ഒരു പാറ്റേണിൽ എഴുതുന്നതാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉള്ള ഇതായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ പോവാണ്. അപ്പൊ ആദ്യം അവർ പറയാണ് നിങ്ങൾക്ക് ഈ ഷോപ്പിന്റെ കാർഡ് ഉണ്ടെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ട്. ഇനി ആ കാർഡിൽ നിങ്ങൾക്ക് ഇത്ര പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ട്. ഇനി നിങ്ങൾ ഇന്ന് ചെയ്ത പർച്ചേസ് ഇത്ര എമൗണ്ടിന് എബവ് ആണ് എന്നാണെങ്കിൽ ഇന്ന ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓരോ കണ്ടീഷനും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, അപ്പൊ നമ്മൾ 3 ക്രൈറ്റീരിയ നമ്മൾ മാച്ച് ചെയ്തു അങ്ങനെ വരട്ടെ. ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇനി ഇഫ് എൽസ് ഇഫ് ലാഡർ, അതായത് ഒരു ലാഡർ പോലെ മൾട്ടിപ്പിൾ ഇഫ് എൽസ് ഇഫ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കേസാണ്. ആ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആദ്യം ഇഫ് കൊടുത്തു, അതിനൊരു കണ്ടീഷൻ ഉണ്ട്, പിന്നെ അതിന്റെ വാലായിട്ടാണ് കേട്ടോ വരുന്നത്, ഉള്ളിലല്ല വാലായിട്ട്. ഓക്കെ, എൽസ് കൊടുത്തു, എൽസിന് കണ്ടീഷൻ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. വീണ്ടും ഒരു കണ്ടീഷൻ നമ്മൾ ഇഫിനകത്ത് കൊടുത്തു കണ്ടോ, പിന്നെ എൽസ് കൊടുത്തു, അങ്ങനെ
ഒരു ലാഡർ പോലെ വരുന്നതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിനാരിയോ ഞാൻ പറയാണ്. നമ്മുടെ ഈ മാർക്കിംഗ് സിസ്റ്റം ഒക്കെ, അതായത് സ്കോർസ് ഒക്കെ നമ്മൾ എടുക്കുകയാണ്. ഇപ്പം 90+ ആണ് സ്കോർ ചെയ്തിരിക്കുന്നതെങ്കിൽ എ ഗ്രേഡ്, ഇങ്ങനെ 80 to 89 അതിൻ്റെ ഇടയിലാണെങ്കിൽ ബി ഗ്രേഡ്, അല്ലെങ്കിൽ വർക്ക് ഹാർഡ് എന്നുള്ള മെസ്സേജ്, അല്ലെങ്കിൽ സി ഗ്രേഡോ എന്തോ സംതിങ് നിങ്ങൾക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഇവിടെ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, അങ്ങനെയാണല്ലോ, 90+ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എടുത്തു ഞാൻ. ആണെങ്കിൽ ഗ്രേഡ് എ പ്രിന്റ് ചെയ്തു. എൽസ് ഇതല്ല നമ്മുടെ മാർക്കെങ്കിൽ പിന്നെ ഈ ലൂപ്പിനകത്ത് കയറില്ല. അടുത്തയിലേക്ക് വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് ബി, അല്ലെന്നാണെങ്കിൽ എല്ലാം ഗ്രേഡ് സിയിലേക്ക് പോകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാം. ഇനി ഇവിടെ ഒരു ഇഫ് കൊടുത്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 വേണമെങ്കിൽ 2 കണ്ടീഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലൈക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. അങ്ങനെ 2 കണ്ടീഷൻസ് ഇവിടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇഫ് ഇടണം. എൽസിലെ കണ്ടീഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഇഫ് കൂടി ഇട്ടിട്ട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു എത്ര മാർക്ക്, എത്ര ക്രൈറ്റീരിയാസ് ഉണ്ടോ, ഇവിടെ 89 വെച്ചിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. 70 to 79, പിന്നെ 60 to 69, അങ്ങനെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും, എത്ര ഗ്രേഡ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് ഈ ഫെൽസ് ലാഡറിനെ നമുക്ക് ഇങ്ങനെ വലുതാക്കാം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചത് കണ്ടോ, ഇത് അകത്തല്ല, ഇത് ഉള്ളിലല്ല, നേരെ താഴെ വന്നിരിക്കുന്നത് ലാഡർ പോലെ അല്ലെ. ഇഫ് അതിന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു, അടുത്ത ഇഫ് ഇവിടെ അവിടുത്തെ സ്റ്റാർട്ട് ചെയ്തു, അതിവിടെ ക്ലോസ് ചെയ്തു, പിന്നെയും അടുത്ത എൽസ് ഇഫ് ഉണ്ടെങ്കിൽ അതും സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും ക്ലോസ് ചെയ്യുന്നു, അങ്ങനെ ലാസ്റ്റ് എൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ദീർഘകാര്യം. ഏറ്റവും ലാസ്റ്റത്തേന് കണ്ടീഷൻ കൊടുക്കണ്ടല്ലോ, അത് ഒന്നിലും പെട്ടില്ലെങ്കിൽ മാത്രമാണല്ലോ ലാസ്റ്റത്തേൽ എത്തുക. അപ്പൊ അതിന് കണ്ടീഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ലാസ്റ്റത്തെ എപ്പോഴും എൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്താ പറയാ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത ഇഫില്, അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അടുത്ത എൽസിൽ, അങ്ങനെ ഒരു ചെക്കിംഗ് സ്വിച്ചിൽ വരില്ല. സ്വിച്ചിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, ഒരു കേസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കറക്റ്റ് ആ നമ്പർ അടിച്ചാൽ അല്ലെങ്കിൽ ആൽഫബറ്റ് അടിച്ചാൽ അതിലേക്ക് കൃത്യമായിട്ട് പോകുന്നു. ആ രീതിയിലായിരിക്കും സ്വിച്ച് കേസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്വിച്ചിൽ ആദ്യം സ്വിച്ച് എന്നുള്ളൊരു കീവേഡ് നമ്മൾ കൊടുക്കും. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ആണ്, 1 or 2 or 3 ആ വാല്യൂ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് 1 ആണ് എൻ്റർ ചെയ്തെങ്കിൽ ഇന്ന സാധനം, 2 ആണ് എൻ്റർ ചെയ്തതെങ്കിൽ ഇന്ന സാധനം. അതായത് നിങ്ങൾ ഇപ്പൊ കസ്റ്റമർ കെയറിൽ വിളിക്കാന്ന് വിചാരിക്കുക, അവർ നിങ്ങളോട് പറയില്ല ബാലൻസ് എൻക്വയറിക്ക് ആണെങ്കിൽ 1 പ്രസ് ചെയ്യുക, പിന്നെ എന്താ റീചാർജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണെങ്കിൽ 2 പ്രസ് ചെയ്യുക, പിന്നെ വേറെന്താ, അങ്ങനെ കുറെ ഓപ്ഷൻസ്. മലയാളത്തിന് വേണ്ടി 1 പ്രസ് ചെയ്യുക, ഇംഗ്ലീഷിന് വേണ്ടി 2 പ്രസ് ചെയ്യുക, അങ്ങനെ പറയില്ലേ. ആ സിസ്റ്റമാണ് ഈ സ്വിച്ച് കേസ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ബുക്കിങ്ങിന് വിളിക്കുമ്പോൾ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവർ പറയില്ലേ ഇന്ന ഇതാണെങ്കിൽ 1 പ്രസ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രീ മെസ്സേജസ് ഉണ്ടല്ലോ അവരുടെ, അതിന് നമുക്ക് ഒരു സ്വിച്ച് കേസ് സ്റ്റൈലിൽ നമുക്ക് ആലോചിക്കാം. ലൈക്ക് നിങ്ങൾ 1 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആ കേസ് 1ലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ് ഈ ചോയ്സ് എന്നുള്ള വേരിയബിളിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ 2 എന്നുള്ള ചോയ്സ് ആണ് ഞാൻ കൊടുത്തെങ്കിൽ ആ സ്വിച്ചിൽ ആ ചോയ്സ് വരാണ് 2. എന്റെ ചോയ്സ് 2 ആണ്. അപ്പൊ നേരെ കേസ് 2ലേക്ക് വരും. അവിടെ എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്തിനാണോ നിങ്ങൾ 2 സെലക്ട് ചെയ്തത്, ആ കോഡായിരിക്കും അവിടെ എക്സിക്യൂട്ട് ആവുന്നത്, ആ പാർട്ടാണ് അവിടെ എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, ഇനി ഞാൻ 3 ആണ് എൻ്റർ ചെയ്തെങ്കിൽ 3യുടെ എന്താണ്, 3 എന്തിനു വേണ്ടിയാണ് നിങ്ങൾ 3 പ്രസ് ചെയ്ത ആ ഡീറ്റെയിൽ. 1 ആണെങ്കിൽ 1, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആ കേസിലേക്ക് പോയിട്ട് അത് എക്സിക്യൂട്ട് ആവും. പക്ഷെ ഇഫ് ലൂപ്പ് അങ്ങനെയല്ല അല്ല. ഇഫ് ലൂപ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, ഈക്വൽ ടു ആണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എന്താണോ നമ്മൾ കൊടുത്ത കണ്ടീഷൻ, ഈ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ ലൂപ്പിലും ഒക്കെ തപ്പി അവിടെ എവിടെയെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുമോ എന്നൊക്കെ നോക്കി നിരങ്ങിയിട്ടൊക്കെ ഇഫ് ലൂപ്പ് എത്തുള്ളൂ. പക്ഷെ സ്വിച്ച് കേസ് അങ്ങനെയല്ല. സ്വിച്ച് കേസ് ആ കൊടുത്തിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ ആൽഫബറ്റ് അത് എന്താണോ കറക്റ്റ് ആ സാധനം ആ കേസിലേക്ക് എത്തിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്.
ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ യൂസർ ഒതന്റിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ യൂസർ നെയിം കറക്റ്റ് ആണോ പാസ്വേഡ് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ കമ്പയർ ചെയ്താ നോക്കുന്നത് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പേസ് എക്സ്ട്രാ വന്ന ഒരു ഡോട്ട് എക്സ്ട്രാ വന്നാൽ പോലും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല, അത് ആ യൂസർ നെയിം അല്ല എന്ന് പറയും. അപ്പൊ ഇതെല്ലാം ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യൂസർ നെയിമുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്താ നമുക്ക് ആ റിസൾട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ പാസ്വേഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓതറൈസേഷൻ അല്ലെങ്കിൽ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഏരിയയിലും നമ്മൾ ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഗെയിം ഡെവലപ്മെന്റിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാരക്ടർ ആക്ഷനും ഇന്ന ക്യാരക്ടർ ആണെങ്കിൽ ഇന്ന ആക്ഷൻ ഇന്ന ക്യാരക്ടർ, അപ്പൊ ഏറ്റവും കൂടുതൽ ലൂപ്സും ആഡ് ചെയ്തൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഗെയിം ഡെവലപ്മെന്റിന്റെ ഏരിയയിലാണ്. പിന്നെ വാലിഡേഷൻസ് അതറിയാലോ. വാലിഡേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫോമിൽ ഇപ്പോൾ ഒരു ഫോൺ നമ്പർ ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് വിചാരിക്കാം, അത് 10 ഡിജിറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എറർ കാണിക്കില്ലേ. കൺട്രി കോഡ് കറക്റ്റ് അല്ലെങ്കിൽ എറർ കാണിക്കുന്നു ആ ഫോമിന്റെ താഴെ തന്നെ. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഫീൽഡ് എഴുതാൻ വിട്ടുപോയാൽ എംറ്റി ആയിട്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കിയാൽ മാൻഡേറ്ററി ആണെന്നുള്ള എറർ കാണിക്കും. അതുപോലെ നെയിം ഫീൽഡിൽ നിങ്ങൾ സ്പെഷ്യൽ ക്യാരക്ടറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് അല്ല, വാലിഡ് ആയിട്ടുള്ള പേരല്ല, വാലിഡ് ആയിട്ടുള്ള ഇതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കാണും. ഇതെല്ലാം കമ്പയർ ചെയ്യുന്നതാണ് അല്ലേ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനം എടുത്ത് വെച്ചിട്ട് അത് തന്നെയാണോ, അത് ആ രീതിയിൽ തന്നെയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കമ്പാരിസൺ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് വഴി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ മെസ്സേജുകളൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു 2-3 എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇതാണ് മെയിൻലി സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഓക്കെ.